ഹായ് ഹലോ നമസ്കാരം. PSC ടോക്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 PSC അവസാനിപ്പിച്ചത് ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് നമുക്ക് നൽകിക്കൊണ്ടാണ്. അതിൽ 10th ലെവൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അധികം സന്തോഷം നൽകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ. ജനുവരി 29 വരെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണിത്. അപ്പോൾ ആ ഒരു പരീക്ഷയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ 527/2024 സിലബസ് നമ്മൾ നോക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. PSCയുടെ ആനുവൽ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു പരീക്ഷ നടത്തുക. സോ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ മറ്റു പരീക്ഷകളെ അപേക്ഷിച്ച് ഒരേപോലെയുള്ള കാര്യമാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി PSC നടത്തുന്ന പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ ശരിക്കൊന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉന്നതമായിട്ടുള്ള റാങ്കുകൾ നമുക്കും നേടുവാൻ സാധിക്കും. സിലബസ് മറ്റ് പരീക്ഷകൾക്കൊക്കെ തന്നെ നമ്മൾ പഠിക്കുന്ന സിലബസ് തന്നെയാണ്. ഇത്തവണ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും തന്നെയില്ല. ഒരു LDC സിലബസ് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നത്. സോ അത്രമാത്രമേ ഇതിനെപ്പറ്റി നമുക്ക് നോക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പേടിയൊന്നും തന്നെ ആർക്കും വേണ്ട. വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, വളരെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുവാൻ സാധിക്കുന്ന ഒരു സിലബസ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ സിലബസ് എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, സോ ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിൻ്റെ ഏരിയ ആണുള്ളത്. ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ആൻഡ് കേരള ഹിസ്റ്ററി ഉൾപ്പെടുന്ന ആ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ഈ 5 മാർക്ക് വരുന്നത്. പിന്നെ ജോഗ്രഫിയിൽ നിന്ന്, ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കുണ്ട്. ഇക്കണോമിക്സിൽ നിന്നും 5 മാർക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും 5 മാർക്കുണ്ട്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ആ ഒരു മേഖലയിൽ നിന്നും 5 മാർക്കാണുള്ളത്. പിന്നെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടുന്ന് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഫിസിക്സ് 3 മാർക്കിൻ്റെ ഏരിയ ആണ്. കെമിസ്ട്രി 3 മാർക്കിൻ്റെ ഏരിയ ആണ്. കല, കായികം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലയിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ ആ ഒരു മേഖലയിൽ നിന്ന് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിൻ്റെ ഏരിയ ആണ്. സുപ്രധാന നിയമങ്ങൾ നമ്മൾ കുറച്ചൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതും ഒരു LDC മേഖലയൊക്കെ തന്നെയാണ്. കൺസ്യൂമർ റൈറ്റ്സും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എങ്കിലും അതൊന്ന് വിശദമായിട്ട് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ 20 മാർക്ക് എന്ന് പറയുമ്പോൾ അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ്. സ്പോർട്സ് ചോദിക്കാം, അവാർഡ്സ്, സാഹിത്യ പുരസ്കാരങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട വിയോഗങ്ങളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ISRO, DRDO പോലെയുള്ള സ്ഥാപനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തന്നെ മുന്നേറ്റങ്ങൾ, ഡെവലപ്മെൻറ്റ്സ്, പുതിയ ഉപഗ്രഹങ്ങൾ തുടങ്ങിയ ഏത് മേഖലയിൽ നിന്നും നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ 20 മാർക്ക്, 20 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ കറണ്ട് അഫയേഴ്സ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ സെഷനിൽ നിന്ന് നമുക്ക് 10 മാർക്കുണ്ട്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. പ്രാദേശിക ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ് 10 മാർക്ക്. സോ 30 മാർക്കിൻ്റെ ഒരു ഏരിയ ആണ് ഈ ഒരു മാത്സും ഇംഗ്ലീഷും മലയാളവും ചേർന്നിരിക്കുന്നത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നോക്കേണ്ട ഒരു മേഖലയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ എല്ലാ PSC എക്സാമിനും നമ്മൾ പഠിക്കുന്നതാണ് മലയാളവും ഇംഗ്ലീഷും മാത്സും. അതിൻ്റെ സിലബസിൽ അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് നന്നായി ആ ഒരു മേഖല നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 30 മാർക്കിൽ ഒരു 27 അല്ലെങ്കിൽ 25 മാർക്കും നമ്മുടെ കയ്യിലിരിക്കും. സോ ആ ഒരു മേഖല കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ആനുകാലിക വിഷയങ്ങൾക്ക് നമുക്ക് 20 മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി സിൻസിയറായി പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ടൊരു പത്രം വായിക്കുവാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മലയാള പത്രം വായിക്കുന്നതിലൂടെ ഈ ഒരു കുറച്ചൊക്കെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ കയ്യിലേക്ക് വരും. പിന്നെ ഉള്ളത് നമുക്ക് PSC ടോക്സിൻ്റെതായിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് നമ്മൾ ആപ്പിലൂടെയും ടെലിഗ്രാം ചാനലിലൂടെയും നൽകുന്നുണ്ട്. സോ അതൊക്കെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ 20 മാർക്കും നമുക്കത്ര ബാലികേറ മലയല്ല എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഒന്ന് ഓർക്കുക, എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പത്രവായന നമ്മുടെ കറണ്ട് അഫയേഴ്സ് പോലെയുള്ള മേഖലകളിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും.
ആ ഒരു ശീലം എല്ലാവരും വളർത്തിയെടുക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വിഷയം, ഈ ഒരു സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ചരിത്രം, ഹിസ്റ്ററി എന്നുള്ള 5 മാർക്കാണുള്ളത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള ഹിസ്റ്ററി, അത് യൂറോപ്യന്മാരുടെ ആഗമനം, നമ്മുടെ പോർച്ചുഗീസ്, ഡച്ചുകാർ തുടങ്ങിയവരുടെ വരവും അവരുടെ സംഭാവനയും, പിന്നെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമുണ്ട്. സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നമ്മുടെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റിയും അവർ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം, ഇതൊക്കെയാണ് നമ്മുടെ 5 മാർക്കിന്റെ കേരള ഹിസ്റ്ററി എന്നുള്ള ഏരിയ. ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം തുടങ്ങിയ മേഖലകളാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഏരിയ. പക്ഷെ നിങ്ങൾക്ക് NCERT ആൻഡ് SCERT, ഒരു 8ാം ക്ലാസ് മുതലുള്ള SCERT പുസ്തകം വായിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്നുള്ള മാർക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ 10th ലെവൽ പരീക്ഷകൾക്കൊക്കെ തന്നെ 10th ലെവൽ പരീക്ഷയ്ക്കൊക്കെ തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഹിസ്റ്ററി ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൃത്യമായിട്ടുള്ള പാഠഭാഗങ്ങൾ കൃത്യമായി വായിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുതന്നെയാണ് വേൾഡ് ഹിസ്റ്ററിയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ. വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കേണ്ടത് ഇംഗ്ലണ്ടിലെ മഹത്തായിട്ടുള്ള വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. സോ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും നമുക്ക് പ്രധാനമായിട്ടും തന്നെ SCERT പുസ്തകം നോക്കിയാൽ മതി. അതിന് തന്നെ നമുക്ക് അത്യാവശ്യം വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അറിവുകൾ കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിസ്റ്ററി ഏരിയ വളരെ വാസ്റ്റ് ആണെന്ന് പറഞ്ഞാലും 5 മാർക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. മാക്സിമം കിട്ടാൻ പോകുന്നത് 5 മാർക്ക്. അതിൽ തന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പം നമ്മുടെ സോഴ്സ് വളരെ കുറച്ച്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ അധികം കൃത്യമായിട്ട് തന്നെ റിവൈസ് ചെയ്ത് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഹിസ്റ്ററി മറന്നു പോകുന്നവരാണ്, പക്ഷെ 5 മാർക്കിൻ്റെ ഒരു ഏരിയ ആണ്. അതിൽ ഈ മൂന്ന് ഭാഗങ്ങളും, ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും കേരള ഹിസ്റ്ററി ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ SCERT പുസ്തകത്തിലൂടെ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കവർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പം ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ SCERT പുസ്തകമാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഇനി ജോഗ്രഫി നോക്കാം. ഭൂമിശാസ്ത്രം 5 മാർക്കിൻ്റെ ഏരിയ ആണത്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിമോട്ട് സെൻസിംഗ് ഒക്കെ തന്നെ പല പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മേഖലയാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും, ഇന്ത്യ, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. പിന്നെ കേരള ജോഗ്രഫിയാണുള്ളത്. ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കൾ, വ്യവസായം, ഊർജം, റോഡ്, ജലം, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. സോ ഈ ജോഗ്രഫിയുടെ ഏരിയ എന്ന് പറയുന്നതും ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫിക്കും പ്രധാനമായിട്ടും നമുക്ക് SCERT പുസ്തകം തന്നെ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പല ചോദ്യങ്ങളും അവിടെ നിന്നൊക്കെ തന്നെ നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇപ്പം ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നദികൾ തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സോ SCERT പുസ്തകം NCERT
+1 ഒക്കെ തന്നെ പുസ്തകം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരു ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഇക്കണോമിക്സിലോട്ട് വരികയാണെങ്കിൽ ഇക്കണോമിക്സിനും 5 മാർക്കാണ്. ഈ 5 മാർക്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 5 ഇയർ പ്ലാൻസ് ആണ് നമുക്കുള്ളത്. ആ 12 5 ഇയർ പ്ലാൻസും പ്ലാനിംഗ് കമ്മീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. സോ ഇക്കണോമിക്സിൽ നിന്നുള്ള 5 മാർക്കിൻ്റെ ഏരിയ വളരെ ചെറുതാണ്. അപ്പോൾ കൃത്യമായിട്ട് അതും പഠിക്കുക. പഞ്ചവത്സര പദ്ധതികളും പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗ തന്നെ ചോദിക്കാതെ കടന്നു പോകുന്നൊരു PSC എക്സാം ഇല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്ത് ഈ ഒരു മേഖലകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ പഠിക്കാം. 5 ഇയർ പ്ലാൻസിനെ പറ്റിയൊക്കെ പഠിക്കാൻ നമുക്ക് NCERTയുടെ ഇക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആകും. NCERT ഇക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. കാരണം 10th ലെവലാണ്. സോ NCERT ആവശ്യമില്ല എന്നൊരു ചിന്ത വേണ്ട. ഇക്കഴിഞ്ഞ പല പരീക്ഷകൾക്കും NCERT എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ 10th ലെവൽ എക്സാംസിന് ചോദിച്ചിരുന്നു. സോ PSC കുറച്ച് അവരുടെ റേഞ്ച് മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ നമ്മളും നമ്മുടെ റേഞ്ച് ഒന്ന് മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് NCERT പുസ്തകം റെഫർ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഇനിയുള്ളൊരു മേഖല ഇന്ത്യൻ ഭരണഘടനയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിൻ്റെ മേഖലയാണ്. ഇന്ത്യൻ ഭരണഘടന 5 മാർക്കിൻ്റെ മേഖല. അവിടെ ചോദിക്കുന്ന കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റിയൊക്കെ പഠിക്കുമ്പം അവിടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആരൊക്കെയാണ്, അതിലും വനിതാ നേതാക്കൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർക്കുക. കാരണം പലപ്പോഴും അത്തരം കാര്യങ്ങൾ നമ്മൾ ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. കേരള നേതാക്കൾ, പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ. പിന്നെ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 73, 74, 86, 91 ഉൾപ്പെടുന്ന വിവിധ ഭേദഗതികളെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വിഷയം തന്നിട്ട് അത് ഏത് ലിസ്റ്റിൽ പെടുന്നു എന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കാം. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർക്കുക. പഞ്ചായത്ത് രാജിനെ പറ്റി പഠിക്കുമ്പം 73rd 74th പഠിക്കുന്നതിന് പുറമെ പ്രധാനപ്പെട്ട കമ്മീഷനുകളെ പറ്റി, കമ്മിറ്റികളെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളെ പറ്റിയുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു മേഖല കൂടി കവർ ചെയ്യുക. ഇനിയുള്ള മറ്റൊരു മേഖലയാണ് കേരളം, ഭരണവും ഭരണ സംവിധാനവും എന്നുള്ളൊരു ടോപ്പിക്ക്. 5 മാർക്കിൻ്റെ ഏരിയയാണ് ഇതും. ഇവിടെ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാവുന്ന മേഖലകൾ കേരളം, സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹിക സുരക്ഷിതത്വം. സോ ഇവിടെയാണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പല സ്കീംസിനെ പറ്റിയൊക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ. ആരോഗ്യകിരണം, ആശാകിരണം, ശ്രുതി തരംഗം, വയോമധുരം, വയോമിത്രം, കുടുംബശ്രീ തുടങ്ങിയ ഒരുപാട് സ്കീംസ് നമുക്കുണ്ട്. കുടുംബശ്രീയെ പോലെയുള്ള സംഘടനകളെ പറ്റി നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. സോ ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലവട്ടം PSC ചോദിച്ചിട്ടുള്ളതാണ്. താലോലം, മിഠായി, മധുരം. സോ എല്ലാ സ്കീംസിനെ പറ്റിയും കൃത്യമായിട്ടുള്ളൊരു അറിവ് സൂക്ഷിച്ചു വെക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. 5 മാർക്കിൻ്റെ ഒരു ഏരിയയാണ് ഇതും എന്നുള്ള കാര്യം ഓർക്കുക. ഓരോ മാർക്കും കൂടുമ്പോഴാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നത്. സോ ഒരു മാർക്കിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. ആ ഒരു മാർക്ക് നേടിയെടുക്കാൻ വേണ്ടി, ഓരോ മാർക്കും നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും നന്നായി തന്നെ ശ്രമിക്കുക. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 6 മാർക്കിൻ്റെ മേഖലയാണ്. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ് പോലെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ ടൈപ്പ് 1, ടൈപ്പ് 2 കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി
പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ തന്നെ. സോ ഇവിടെയൊക്കെ തന്നെ നമുക്ക് SSCRT പുസ്തകത്തിൻ്റെ സഹായം വളരെയധികം ആവശ്യമാണ്. ഇവിടെ നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ബോഡിയെ പറ്റിയുള്ള പൊതു അറിവൊക്കെ തന്നെ SSCRT ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. 6 മാർക്കിൻ്റെ ഏരിയയാണ്, നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സോ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഫിസിക്സിൽ നിന്ന് 3 മാർക്കിൻ്റെ ഏരിയ ആണുള്ളത്. ഇവിടെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ISROയെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ISROയെ പറ്റിയുള്ള അറിവുകൾ ശേഖരിച്ചു വെക്കുക. പിന്നെ പ്രകാശം, ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ്റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഫിസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖല. 3 മാർക്കിൻ്റെ മേഖലയാണ്. അതോടൊപ്പം തന്നെ ശബ്ദം, വിവിധതരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപ്രവർത്തനം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി തുടങ്ങിയ മേഖലകളും ഫിസിക്സിലുണ്ട്. സോ 3 മാർക്കിൻ്റെ ഏരിയ അത്യാവശ്യം വാസ്റ്റ് ആണ്. പക്ഷേ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അവിടെ നമുക്ക് SSCRT ബുക്കിൻ്റെ ഹെൽപ്പാണ് തേടാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെഫർ ചെയ്യാൻ പറ്റുന്ന പുസ്തകം നമ്മുടെ SSCRT ടെക്സ്റ്റ് ബുക്കാണ്. ക്ലാസ് ടെക്സ്റ്റ് ബുക്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ കെമിസ്ട്രി 3 മാർക്കിൻ്റെ ഏരിയ ആണ്. അവിടെ നമുക്ക് ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, പിന്നെ മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, പിന്നെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് 3 മാർക്കിൻ്റെ ഏരിയ ആണ്. അവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൻ്റെ, ക്ലാസ് ടെക്സ്റ്റ് ബുക്സിൻ്റെ, SSCRT ടെക്സ്റ്റ് ബുക്സിൻ്റെ ഒക്കെ തന്നെ സഹായം തേടിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുള്ളതുമാക്കി തീർക്കാം, കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുള്ളുമാക്കി തീർക്കാം. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകളിൽ നിന്ന് വേണമല്ലോ നമ്മൾ പഠിക്കാൻ. നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. സോ SSCRT ടെക്സ്റ്റ് ബുക്സ് ആണ് ഈ 10th ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു റെഫർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ. അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുവാൻ എല്ലാവരും ശ്രമിക്കുക. അടുത്ത മേഖലയാണ് കലാ, കായികം, സാഹിത്യം, സംസ്കാരം. അപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ഏരിയ ആണിത്. ആർട്സ്, ലിറ്ററേച്ചർ ഒക്കെ തന്നെ. കലയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, നമ്മുടെ കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങളെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ, പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കായിക രംഗത്താണെങ്കിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിന് നൽകുന്നതാണ് എന്നുള്ള അറിവ്, പ്രധാനപ്പെട്ട ട്രോഫികൾ, കായിക ഇനങ്ങൾ, കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചതാണ് ഡക്വർത്ത് ലൂയി നിയമം ഏത് കളിയുമായി, ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സോ അത്തരം ടേംസിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒളിമ്പിക്സിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. 2024 ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞതേ ഉള്ളൂ. സോ അതിനെപ്പറ്റിയൊക്കെയുള്ള വാർത്തകളും ചോദ്യങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ, വേദികൾ, വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ തുടങ്ങിയവയാണ് കായിക മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആയിട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ. ഇനി സാഹിത്യം നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതിലെ ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ പ്രധാനപ്പെട്ട കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തരായിട്ടുള്ള വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ,
പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അവരെ പറ്റിയുള്ള കുറച്ചും കൂടെ അറിവുകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയ വ്യക്തികൾ, ദേശീയ അവാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ. സംസ്കാരം നോക്കുകയാണെങ്കിൽ കൾച്ചറിൽ നിന്നുള്ള ചോദ്യങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കൾച്ചറിൻ്റെ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ഏരിയ ഉണ്ട്, അതിന് 3 മാർക്കാണ്. അവിടെ പ്രധാനമായിട്ടും ഹാർഡ്വെയർ വരുന്നുണ്ട്. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ് ഒക്കെ തന്നെയാണ് ഹാർഡ്വെയർ എന്നുള്ള ചോദ്യങ്ങളായിട്ട് വരിക. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ലൈക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പാക്കേജസ് ലൈക്ക് വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റർ, അതിൻ്റെ യൂസസും ഫീച്ചേഴ്സും ഒക്കെ തന്നെ, പിന്നെ പ്രോഗ്രാമിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ലാൻ, വാൻ, മാൻ, നെറ്റ്വർക്ക് ഡിവൈസസ് ലൈക്ക് മീഡിയ, സ്വിച്ച്, ഹബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ തുടങ്ങിയ കാര്യങ്ങൾ, ഇൻ്റർനെറ്റ്, തന്നെ WW, ഇമെയിൽ, സെർച്ച് എൻജിൻസ് തുടങ്ങിയ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ഗവേണൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് IT എന്നുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ സൈബർ ക്രൈംസും IT ആക്റ്റും ഈ ഒരു മേഖലയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. സൈബർ ക്രൈംസ്, ടൈപ്സ് ഓഫ് ക്രൈംസ്, പിന്നെ IT ആക്ട്, നമ്മുടെ 2000-ലെ IT ആക്റ്റും അതിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ 66F, 66E ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത്തരം കാര്യങ്ങളും ഈ ഒരു മേഖലയിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങൾ. ആ മേഖലയിൽ 5 മാർക്കിൻ്റെ ഏരിയ ആണിത്. സോ 5 മാർക്കിൽ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണിത്. ബാക്കിയൊക്കെ തന്നെ നമ്മൾ പല PSC എക്സാംസിന് വേണ്ടി പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. പക്ഷേ ഇത് നമ്മളൊരു പക്ഷേ കഴിഞ്ഞ LDCക്ക് പഠിച്ചിട്ട് പിന്നെ അങ്ങ് മാറ്റി വെച്ചിട്ടുള്ള ഏരിയ ആയിരിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ ഒരു ഫോക്കസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. 5 മാർക്കിൻ്റെ ഏരിയ ആണ്. ഇവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, അതിൽ ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. സോ RTI മൊത്തം നിയമത്തിൻ്റെ എല്ലാ ക്ലോസും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ മതിയായിരിക്കും. ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, പവർ ആൻഡ് ഫങ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. Law for the protections of vulnerable sections, protection of civil rights, atrocities against SC and ST, National Commission for SC and ST, Kerala State SC and ST Commission, National and State Minority Commission, National Human Rights Commission, State Human Rights Commission, Protection of Senior Citizens ഒക്കെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. Then protection and safeguarding of women, offences affecting public decency and moral, National and State Commission for Women and the Protection of Women from Domestic Violence Act 2005 തുടങ്ങിയ നിയമങ്ങളെ പറ്റി പഠിക്കണം. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, നമ്മുടെ പോക്സോ ആക്ടിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആക്റ്റിൽ പെടുന്നത്. സോ 5 പ്രധാനപ്പെട്ട മേഖലകളുണ്ട്, 5 മാർക്കിൻ്റെ ഒരു ഏരിയയുമാണ്. സോ ഇവിടെയാണ് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ പറ്റിയും, ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റിയും, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയും, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയും, SC ST കമ്മീഷനെ പറ്റിയും, വിമൻ കമ്മീഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു മേഖല ഇതാണ്. സോ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. 5 മാർക്കിൻ്റെ ഏരിയയാണ്. ഇനി ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണ്. അത് ചോദ്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ആകാം. പ്രധാനപ്പെട്ട അവാർഡ്സ്, സാഹിത്യ പുരസ്കാരങ്ങൾ പോലത്തെ പ്രധാനപ്പെട്ട അവാർഡ്സ്, അല്ലെങ്കിൽ നോബൽ പുരസ്കാരം പോലത്തെ പ്രധാനപ്പെട്ട അവാർഡ്സ്, പിന്നെ സ്പോർട്സിൽ നിന്നുള്ള അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ISROയുടെ DRDOയുടെ പ്രധാനപ്പെട്ട മിഷൻ തുടങ്ങിയ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം. സോ കൃത്യമായിട്ടുള്ള പത്രവായനയാണ് അവിടെ നമുക്ക് മാർക്ക് നൽകുന്ന മേഖല. അത് കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ സ്ഥിരം പഠിക്കുന്ന മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. അതിന് മാത്സിന് 5 മാർക്കും മെൻ്റൽ എബിലിറ്റിക്ക് 5 മാർക്കുമാണ്. അങ്ങനെ ടോട്ടൽ 10 മാർക്ക്. അതിൽ മാത്സിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ, പേഴ്സൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രിപ്പറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്,
മെൻസ്ട്രുവേഷൻ, പ്രോഗ്രഷൻസ് തുടങ്ങിയവയാണ് മാത്സിൻ്റെ ഏരിയ. മെൻ്റൽ എബിലിറ്റി പറ്റി നോക്കുകയാണെങ്കിൽ 5 മാർക്കിൻ്റെ ഏരിയ ആയിട്ട് സീരീസ് ഉണ്ട്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് ഉണ്ട്, അനലോജി ഉണ്ട്, ഓൾഡ് മാൻ ഔട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക്, ഡേറ്റ് ആൻഡ് കലണ്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മെൻ്റൽ എബിലിറ്റിയുടെ ഏരിയ ആയിട്ട് വരിക. നമ്മുടെ സിലബസിലൊന്നും തന്നെ മാറ്റമില്ല. നമ്മൾ എല്ലാ എക്സാമിനും പഠിക്കുന്ന മാത്സിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിന് 5 മാർക്കും വൊക്കാബുലറിക്ക് 5 മാർക്കും, അങ്ങനെ ആകെ മൊത്തം 10 മാർക്കാണ്. അതിൽ ഗ്രാമറിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെബ്, ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെബ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ് and conditional sentences, prepositions, use of correlatives, direct and indirect speech, active and passive voice, correction of sentences, degree of comparison. ഇതൊക്കെയാണ് ഗ്രാമർ പാർട്ടിൽ നിന്ന് വരുന്ന ആ ഒരു 5 മാർക്കിൻ്റെ മേഖല. വൊക്കാബുലറിയിൽ നമ്മൾ സ്ഥിരം കാണുന്ന സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കോമ്പൗണ്ട് വേർഡ്സ്, പ്രിഫിക്സ്, സഫിക്സ്, സിനോണിയം, ആന്റോണിയം, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ ഏരിയ പ്രാദേശിക ഭാഷകൾ. അതിൽ മലയാളമാണ് 10 മാർക്കിൻ്റെ ഒരു ഏരിയ ആയിട്ട് വരുന്നത്. അവിടെ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് വരിക. സോ അങ്ങനെയാണ് 10 മാർക്ക് ഇവിടെ വരുന്നത്. സോ അങ്ങനെ ആകെ മൊത്തം 100 മാർക്കിൻ്റെ ഏരിയയാണ് നമ്മുടെ ഈ ഒരു സിലബസ്. സോ നമ്മളൊന്ന് ശരിക്കും ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ നമ്മളൊന്ന് പഠനം ആരംഭിക്കുകയാണെങ്കിൽ അടുത്ത ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഒരു ദിവസമായിരിക്കും ഈ ഒരു എക്സാം വരിക. അപ്പോൾ കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ നമ്മൾ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഒരു 8 മാസം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പഠനമൊക്കെ തന്നെ ആരംഭിക്കാം. കൃത്യമായിട്ടൊരു സമയം, ഒരു ടൈം ടേബിളൊക്കെ തന്നെ ഇട്ട് പഠിക്കുകയാണെങ്കിൽ ഈ സിലബസ് അത്രമാത്രം ദുഷ്കരമായിട്ടുള്ള സിലബസ് ഒന്നും തന്നെയല്ല, അത്രമാത്രം പ്രയാസമുള്ള ഒരു വിഷയങ്ങളൊന്നും നമുക്ക് പഠിക്കാനുമില്ല, സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല. സോ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്, അവിടെയൊക്കെ തന്നെ പൊടി തട്ടി എടുക്കുക. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക. SSCERT ടെക്സ്റ്റ് ബുക്കും പത്രവും കൃത്യമായിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമേ അല്ല. സോ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാത്ത വ്യക്തികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ടുള്ളവർ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം ഇപ്പോൾ തന്നെ ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ അറിവുകളുമായിട്ട് നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കടന്നു വരാം. ഓക്കെ, അപ്പോൾ നന്ദി, താങ്ക് യു.